അതുപോലെ കഥാപാത്രം അങ്ങനെ നിൽക്കുന്നു. അത്രയും സൂക്ഷ്മതയോടെ ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ പടത്തിൽ ഒരിടത്ത് കോസ്റ്റ്യൂം നെഗറ്റീവ് വരണില്ല. മോഹൻലാലിനെ കാണിച്ച് ക്ലോസ് ഷോട്ടുകൾ പോകുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. പ്രേക്ഷകർക്ക് അതൊന്നും തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തത് ശോഭനയുടെ എല്ലാ കോസ്റ്റ്യൂം പോകുമ്പോഴും ആ ഒരു സാധാ ലെവലിൽ തന്നെ നിന്നുകൊണ്ടിട്ട് ആ കോസ്റ്റ്യൂമിനൊരു ചേഞ്ച് ഇല്ല. കാരണം ശോഭനയെ ഗ്ലാമർ ആക്കുന്നില്ല. ശോഭനയുടെ ഒരു കാലോ കയ്യോ കാണിക്കുമ്പോൾ അവിടെയൊന്നും ഒരു രീതിയിലും ഗ്ലാമർ ആക്കാതെ ആ കോസ്റ്റ്യൂം അതിനു വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റൈലിഷ് എന്ന് പറയാം. അത് കഥാപാത്രത്തോട് നമ്മൾ ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് ഗ്ലാമർ ഇത് വേണം അങ്ങനെയൊക്കെ തോന്നും. ശോഭന വീട്ടിൽ നിന്നാൽ പോലും അങ്ങനെ ചെയ്യണം. ഇല്ല, ഒരു ബ്രില്യൻ. പിന്നെ അത് വിട്ട് പടത്തിൽ മൊത്തം ബ്രില്യൻ. ഈ ഒരു സാധാ ചിത്രം നിങ്ങൾക്ക് വളരെ കോസ്റ്റ്യൂമിനൊക്കെ വളരെ കുറച്ച് ഫണ്ടേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നല്ല കോസ്റ്റ്യൂം. അത് വിട്ട് ഒരു 30 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി ആയതുകൊണ്ട്, പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമല്ല, സമീറ സനീഷ് ആ കുട്ടി എടുക്കണ എഫോർട്ട്, ആ കുട്ടി കൊണ്ട് ഇത് ഒരു അവളെ കൊണ്ട് ആ കുട്ടിയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ. 10-30 സ്റ്റാഫ് വേണം, പിന്നെ 10-25 സ്റ്റിച്ചേഴ്സ് വേണം, ഒരുപാടുണ്ട്. അതിന് അത്രയും ദിവസത്തെ സ്റ്റഡി വേണം, കഥാപാത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം, അതിനുള്ള ബ്രെയിൻ വേണം കുട്ടിക്ക്. ചുമ്മാ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റൂല. മിടിക്കുകയാണ് കേട്ടോ. താങ്കൾ നാഷണൽ അവാർഡൊക്കെ തേടി നമ്മളെ വലിയ വലിയ ഒരു 500 കോടി പ്രോജക്റ്റിലൊക്കെ എത്തുമെന്ന് എൻ്റെ പ്രതീക്ഷ പറയുന്നു. എത്തട്ടെ. താങ്കൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എത്തും. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞത് ക്യാമറ. ഷാജി കുമാറെ ക്ഷമിക്കുക, താങ്കൾ മറ്റെത്ര ചിത്രത്തിൽ ക്യാമറ ചെയ്തിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല, എനിക്കും അറിയില്ല. ബട്ട് എൻ്റെ മനുഷ്യൻ എന്നെ ക്യാമറ. ആ സ്റ്റാർട്ടിങ്ങിൽ ഒറ്റ സീന് മതി താങ്കളുടെ ബ്രില്യൻസ് അറിയിക്കാൻ. ആ കാർഡ് കാണിക്കുന്ന സീന് മതി. എല്ലാവരും പറയണ മോഹൻലാലിൻ്റെ ഇതൊക്കെ എഴുതി കാണിക്കുന്ന ആ സീൻസൊക്കെ എന്നാണ്. ഞാൻ അതൊക്കെ ഒരു നൊസ്റ്റാൾജിക്കാണ്, അതൊക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട്. പക്ഷെ താങ്കളുടെ ക്യാമറ വർക്ക് എവിടെയാണ്? കാടിൻ്റെ വെട്ടിൽ നിന്ന് ഫ്രെയിം പോകുന്ന ഒരു രീതിയുണ്ട്. നേരെ ഇറങ്ങി അരുവികളിൽ കൂടി പാറകളിൽ കൂടി ഒഴുകി ഇങ്ങനെ പോയിട്ടാണ് പിന്നെ അത് കഥാപാത്രത്തിലേക്ക് എത്തുന്നത്. ഇത് എന്നെ ഫീൽ ചെയ്യിച്ചതെന്ന് വെച്ചാൽ ആ പടം മൊത്തം അതങ്ങനെയാണ് പോണത്. കഥയ്ക്കോട്ടത് ഭയങ്കര ലിങ്ക്. പിന്നെ ഒരിടത്ത് ക്യാമറ അങ്ങനെ വരുമ്പോൾ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടില്ല. കാട് കാണിക്കുമ്പോൾ റൺ ചെയ്യും, കഥാപാത്രം കാണിക്കുമ്പോൾ അവിടെ എത്തും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സത്യമായിട്ട് തുടരും. അത് തന്നെയാണ് തുടരും. നിങ്ങൾ തുടരും.